കർത്താവിന് സ്തോത്രം. മർക്കോസ് 16:3-4 വാക്യം ഒന്നുകൂടെ നമുക്ക് ആവർത്തിച്ച് വായിക്കാം. കല്ലറയുടെ വാതിക്കൽ നിന്ന് നമുക്ക് വേണ്ടി 6 കല്ലുരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയാറെ കല്ലുരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. 3 സഹോദരിമാര് വെളുപ്പങ്കാലത്ത് യേശുവിനെ അന്വേഷിച്ച് പോവുകയാണ്. അവരുടെ 3 പേരുടെയും ലക്ഷ്യം ഒന്നേ ഉള്ളൂ. ട്രേസ പറഞ്ഞ മാതിരി യേശുവിനെ കാണണം. അവരുടെ മനസ്സിലും അവരുടെ ഹൃദയത്തിലും അവരുടെ ചിന്തയിലും അവരെപ്പോഴും ഭരിക്കുന്ന ചിന്ത, ഇന്നലെ വരെ കണ്ട യേശുവിനെ ഞങ്ങൾക്ക് വീണ്ടും കാണണം. യേശുവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലിന് വേണ്ടിയാണ് അവർ പോകുന്നത്. ആ സഹോദരിമാർ 3 പേരിൽ ഒരാള് 7 അശുദ്ധാത്മാവ് ബാധിച്ച ഒരു സഹോദരിയായിരുന്നു. കർത്താവളെ അതിൽ നിന്ന് മോചിതയാക്കി. സ്വരങ്ങളെ ദൈവം ഒരാളെ തൊട്ടാൽ മരിക്കും വരെ തൊട്ട കർത്താവിനെ അനുഗമിക്കും. അതുകൊണ്ടൊക്കെയാ ഈ പൗലോസ് ഒരു വെല്ലുവിളി പോലെ പറഞ്ഞത്, ഹു ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ജീസസ്. യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാര്? താൻ ആ റോമർക്കെഴുതിയ ലേഖനത്തിൽ കഷ്ടതയുടെ ഒരു നീണ്ട പട്ടിക പറയുന്നുണ്ട്. എടുത്തെങ്കിൽ വായിക്കാം. എന്താ എഴുതിയിരിക്കുന്നത്? താനെ പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ. താൻ ഒരു വെല്ലുവിളി പോലെ. കാര്യം ഇതിനൊരു മറുവശമുണ്ട്. ഇതിനെ അനുഗമിക്കുന്ന ആളുകളെ മുഴുവൻ തല്ലിക്കൊല്ലാനും തല്ലിച്ചതയ്ക്കാനും അറസ്റ്റ് ചെയ്യാനും വളരെ അപമര്യാദയായി താൻ തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. സ്ത്രീകളെയും പുരുഷന്മാരെയും ഈ മാർഗത്തിലുള്ള വല്ല ആളുകളെയും കണ്ടാൽ വലിച്ചിഴച്ച് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു തന്റെ ലക്ഷ്യം. അതിന് ഫിസിക്കൽ പവർ തനിക്കുണ്ടായിരുന്ന ഒരു ടീം തന്നെ തൻ്റെ കൂടെ, സുവിശേഷ വിരോധികളുടെ ഒരു ടീം തന്നെ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. കാശ് വാരി എറിയാനുണ്ടല്ലോ. 2, താൻ റോമൻ പൗരനായതുകൊണ്ട് എത്ര ശക്തമായും എവിടെ എന്തൊക്കെ ചെയ്താലും അത്ര പെട്ടെന്നൊന്നും ലോക്കൽ ആളുകൾക്ക് കൈവയ്ക്കാനൊക്കത്തില്ല. കാരണം റോമൻ സിറ്റിസൺ. ആ കാലത്ത് ഭരിക്കുന്നത് റോമ ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റിന്റെ ഫുൾ സപ്പോർട്ടോടാണ് പീഡനം നടക്കുന്നത്. 3, ഇദ്ദേഹം സന്നിധി സംഘത്തിലെ മെമ്പറാണ്, അല്ലെ യഹൂദന്മാരുടെ കോടതിയിൽ അംഗമാവുള്ളൂ. സ്തോത്രം. മറ്റൊന്ന്, ഇദ്ദേഹം പരീശനുമാണ്, പഴയ നിയമം അറിയാവുന്ന ആളാണ്. അപ്പൊ റിലീജിയസ് സപ്പോർട്ടും ഫിനാൻഷ്യൽ സപ്പോർട്ടും പൊളിറ്റിക്കൽ സപ്പോർട്ടും ഫിസിക്കൽ സപ്പോർട്ടും എല്ലാം കൂടെ ചേർത്ത് വെച്ച് താൻ ആവോളം ഫൈറ്റ് ചെയ്ത് കുറെയൊക്കെ ദൈവം അനുവദിച്ചു, കുറെയൊക്കെ ഉപദ്രവിക്കാൻ അനുവദിച്ചു. പക്ഷെ അറിഞ്ഞില്ല, സഭയെ താൻ ഉപദ്രവിക്കും തോറും കർത്താവിന് നൊന്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ശൗൽ അറിഞ്ഞില്ല. ഇന്ന് രാത്രി താഴ്മയുടെ ഒരു കാര്യം പറയാം. വീട്ടിലാകട്ടെ, രക്തബന്ധങ്ങളിൽ നിന്നാകട്ടെ, സ്നേഹിതരിൽ നിന്നാകട്ടെ, സമൂഹത്തിൽ നിന്നാകട്ടെ, ഉൾപ്പെട്ടു നിൽക്കുന്ന ഏത് വിഭാഗത്തിലും ആയിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ പുസ്തകം നിമിത്തം അഥവാ വേദപുസ്തകം നിമിത്തം, പരിശുദ്ധാത്മാവിലുള്ള ആരാധന നിമിത്തം, സത്യദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങി തിരിച്ചത് നിമിത്തം ആര് എവിടെ ചലിച്ചാലും കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ഉടനടി മറുപടി ഒന്നും വന്നില്ലെന്ന് വരും. അതിനർത്ഥം എന്തുമാകാം എന്നുള്ളതുമല്ല. പക്ഷെ ദൈവം തൊടുമ്പോൾ
അസാധാരണമായൊരു തൊടിയിലങ്ങ് നടക്കും. ലോകം അറിഞ്ഞ് ഉപദ്രവിച്ചവരെല്ലാം ലോകം അറിഞ്ഞ് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ലോകമറിഞ്ഞ് ദൈവമക്കളെ പീഡിപ്പിച്ച അനേകം ആളുകൾ ഈ സത്യമാർഗത്തിന്റെ വലിയ സാക്ഷ്യം വഹിക്കുന്ന കാണാൻ ഇടയായിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ശുശ്രൂഷിക്കാൻ ക്ഷണിക്കപ്പെട്ട ഒരു കൺവെൻഷൻ വേദിയിൽ അടുത്ത ദേവദാസൻ പറഞ്ഞു, ഇവിടെ RSS നിന്ന് എൻ്റെ നല്ല പ്രവർത്തകനായിരുന്ന ഒരാള് ലാലു എന്ന് പറയും, അദ്ദേഹം രക്ഷിക്കപ്പെട്ട് ദൈവറിയിൽ വന്നു. ഒരു ദേവദാസന്റെ കാല് വെട്ടാൻ വാള് തേച്ച് റെഡിയായിരുന്നതിൻ്റെ ആ രാത്രിയിലാണ് താനെ ബോധം കെട്ട് വീഴുന്നത്. സ്തോത്രം. അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിൽ പച്ചയ്ക്ക് പറയുന്നു. അതുകൊണ്ട് പാസ്റ്ററെ, നമുക്ക് ഇച്ചിരി സമയം സാക്ഷ്യത്തിന് കൊടുത്താൽ എന്താ അനുവദിക്കുമെന്ന് ചോദിച്ചു. നമ്മൾ പിന്നെ കർത്താവ് ചെയ്ത കാര്യം കേൾക്കണ്ടേ നമുക്ക്. സ്തോത്രം. അപ്പം അദ്ദേഹത്തിന്റെ പേര് ലാലു ആർ പോൾ എന്നാണ്. അപ്പൊ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ഒരു കമന്റ് പറഞ്ഞു, ലാലു ആർ പോൾ. പറഞ്ഞാൽ ലാലു ആരാണ്? പോളാണ്. വലിയ സന്തോഷമായി. സൗരങ്ങളെ, കർത്താവ് വിലയ്ക്ക് വാങ്ങി തന്റെ മക്കളെ തൊട്ടാൽ ദൈവത്തിന് നല്ലപോലെ നോവും. സ്തോത്രം. കർത്താവ് ഉള്ളിൽ കയറിയാൽ ഭയവും ഭീതി അന്നേരം വിട്ടുപോകും. ഒരുവന്റെ പ്രാണനേക്കാൾ വലുതായിട്ടൊന്നുമില്ലല്ലോ. ആ പൗലോസിനെ, ആ ശൗലിനെ പൗലോസാക്കി മാറ്റിയ അദ്ദേഹമാണ് പറയുന്നത്, യേശുക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന ആരെ തിരിച്ചു താൻ ചെയ്തു നോക്കിയതാണ്. ആരും മാറിയില്ല. ഈ വയറിനും വസ്ത്രത്തിനും ഭൗതിക നേട്ടങ്ങൾക്ക് ഈ പ്രോസ്പെരിറ്റി ഒക്കെ കേട്ട് ചേത്തൊക്കെ കൊണ്ട് വന്നാൽ മതി, ഓടിയും കൊണ്ട് പോകാം എന്നൊക്കെ പറയുന്ന സാത്താന്യ തത്വശാസ്ത്രങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്നൊക്കെ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞുള്ള ഒരു ഓഫർ ഗോസ്പൽ ഉണ്ടല്ലോ. യേശുവിന്റെ അടുക്കൽ ചെന്ന് പ്രോസ്പെരിറ്റി പാസ്റ്റർ ആയിരുന്ന സാത്താൻ, അദ്ദേഹം പറഞ്ഞത് ഈ കാണുന്നതൊക്കെ തരാം, എന്നെ ഒന്ന് വണങ്ങിയാ മതി. അപ്പൊ അതിനുവേണ്ടി പോകുന്ന ആളുകൾക്ക് പിടിച്ചു നിൽപ്പുണ്ടാകില്ല. ഒരിക്കൽ ഞാന് വാഗത്താൻ ടാബർനാക്കിൾ ബൈബിൾ കോളേജിൽ ഇങ്ങനെ വല്ലപ്പോഴും ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ്, 30 വർഷങ്ങൾക്ക് മുമ്പ്. അവിടുത്തെ കുഞ്ഞവറാച്ചാൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ, ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് എന്തോ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ, ഞാനിങ്ങനെ പറഞ്ഞു, പക്ഷെ എല്ലാവർക്കും ഗെത്സമനയുടെ അനുഭവങ്ങൾ ചിലപ്പോൾ കണ്ടേക്കാന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു, എന്റെ ഗെത്സമനെയും കൂടെ ഷായിപ്പാസ് എടുത്തോണ്ട് പോകോളാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, കുഞ്ഞവറാച്ചായ, ഗെത്സമനയിലെ മുഴങ്കാലാണ് കാൽവറിയിലെ ജയം. സ്തോത്രം. അവിടെ രക്തം ഉയർത്ത് പ്രാർത്ഥിച്ചപ്പോൾ ശക്തിപ്പെടുത്താൻ ഒരു ദൂതൻ ഇറങ്ങിയെന്നുള്ള കാര്യം വായിച്ചിട്ടുണ്ടോ? സ്തോത്രം. അപ്പൊ വേദനയിലൂടെ ഒരു ദൈവത്തിൽ കടന്നു പോയാൽ ആ പെയിൻ സഹിക്കാവുന്നതിന് മീതെ വരുന്നതിന് മുമ്പ് അതിനുള്ള സൊല്യൂഷൻ അവിടെ കൊടുക്കും, അതിനുള്ള റെമഡി അവിടെ കൊടുക്കും. അത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ദൈവത്തിന് അറിയാം. അവനെ ശക്തിപ്പെടുത്തുവാൻ ഒരു ദൂതൻ അവിടെ ഇറങ്ങി എന്ന് നമ്മൾ വായിക്കും. തരണം ചെയ്യാൻ കഴിയാത്ത പെയിൻ നാം ഫേസ് ചെയ്യുന്നെങ്കിൽ അതിനർത്ഥം നിന്നെ ശക്തനാക്കുന്നവന്റെ സാന്നിധ്യം ദൂരത്തല്ല, എത്രയും ചാരം. അവിടെ പൗലോസ് വെല്ലുവിളിക്കുക, യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാണ്. എന്നിട്ടൊരു പട്ടിക നിരത്തുകയാണ്. എന്താണ് പട്ടിക? വായിച്ചാട്ടെ മക്കളെ. കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു.
അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ ഈ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുവാൻ നിരവധി അടവുകൾ, അല്ലെങ്കിൽ ഒരു ദൈവത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണിത്. കഷ്ടത വന്നാൽ, ഓ ദൈവം തമ്പുരാൻ എന്നോട് ഈ ചതി ചെയ്തു എന്ന് ചോദിച്ച് പിണങ്ങുക. പട്ടിണി വന്നു കഴിഞ്ഞാൽ, ഓ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിക്കൊണ്ട് എന്നെ നേട്ടം പരിഹസിക്കുമോ, ചെള്ളക്കാണ്ടടിച്ചു, അല്ലെങ്കിൽ ആരാധനയ്ക്ക് പോകുന്ന എത്രയോ ദൈവ കുഞ്ഞുങ്ങളുടെ തുണി ഭർത്താക്കന്മാര് ചുട്ടുകളഞ്ഞിട്ടുണ്ടെന്നറിയാം. കൈ തല്ലി ഒടിച്ച ആളുകളുണ്ട്. വേദപുസ്തകം എടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട് പുഴ കൈ പിടിച്ച് തിരിച്ചവരുണ്ട്. അവരെല്ലാം പിന്നെ അതും എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. ഗമാലിയിൽ പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർത്തുകൊള്ളു. ഇത് മാനുഷ്യമാണെങ്കിൽ ഇത് തകർന്നു, ആരൊന്നും ചെയ്യണ്ട, തകർന്നു. പക്ഷെ ദൈവികമാണെങ്കിലോ ഇതിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. പല സന്ദർഭങ്ങളിൽ ആപത്തിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്, വലിയ ആപത്തിലൂടെ. സ്തോത്രം. വാളിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ ധാരാളം സന്ദർഭങ്ങൾ. അവിടെ എല്ലാം സ്നേഹവാനായ ദൈവം ആ കൃപയുടെ കവറിങ്ങിൽ നമ്മളെ സൂക്ഷിച്ചു വേണം. നിന്റെ നിമിത്തം ഇടപെടാതെ ഞങ്ങളെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുന്നു. എന്നിട്ട് താഴോട്ട് പറയുകയാണ്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നോക്കിയേ, അവിടെ പെർസെൻറ്റേജ് 99 അല്ല, 100%. എന്തുകൊണ്ട്? സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവ് നിമിത്തം ഇതിൽ നിന്നൊക്കെയും കംപ്ലീറ്റ് കൺക്വയറിങ്, എ കംപ്ലീറ്റ് വിക്ടർ പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിനോട് നിൽക്കാൻ ഒരു ദൈവത്തിൽ ആഗ്രഹിച്ച ദൈവം നിർത്തിയിരിക്കും. അതിനകത്ത് എന്തെല്ലാം നാശനഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചാൽ നിർത്തുന്നത് ദൈവമാണെങ്കിൽ നമുക്ക് നിൽക്കാൻ ധൈര്യത്തോടെ സാധിക്കും. അത് കഴിഞ്ഞ് താഴോട്ട് വായിക്കുകയാണ്, മരണത്തിനോ പറയുകയാണ്, ജീവനോ, ഏറ്റവും വലുത് മരണമാണല്ലോ. പറയുകയാണ്, മരണത്തിനോ ജീവനോ, പിന്നെ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പൗലോസിന്റെ ഉറപ്പ് കണ്ടോ? ഈ മറ്റ് യാതൊരു ശക്തിക്കെന്ന് പറഞ്ഞാൽ അതുവരെ വെളിപ്പെട്ട കാര്യമാണ്. തന്റെ മനസ്സിൽ കിട്ടിയതെല്ലാം തന്നെ പറഞ്ഞു. ഈ മുതലവായവ എന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടാകുമല്ലോ. രാജാക്കന്മാരുടെ ഭരണപരിഷ്കാരങ്ങൾ വിവരിക്കാനായിട്ട് പറഞ്ഞാൽ ചെയ്ത കാര്യങ്ങളൊക്കെ കുറെ എഴുതിയിട്ട് ബാക്കി നിങ്ങൾ മറന്നുപോയാലും പണ്ടത്തെ കാലത്ത് മുതലായവ എന്ന് എഴുതി വെച്ച ഫുൾ മാർക്ക് കിട്ടും. കാരണം ആ മുതലായവയ്ക്കകത്ത് ചെയ്തെല്ലാം വന്നിട്ടുണ്ടെന്ന് അതിനകത്ത്. ഇതുപോലെ ഓർത്തിരുന്നു കൊള്ളണം. പൗലോസ് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. താനിത് എഴുതുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ധാരാളം ഉപദ്രവങ്ങൾ, 1 കുറേ 40 അടി 5 വട്ടം എന്ന് പറഞ്ഞാൽ 195 അടി, 39 അടി അടിച്ചു നിർത്തണം. 5 പ്രാവശ്യം താൻ സാക്ഷ്യത്തിൽ പറയുന്നു, 1 കുറേ 40 അടി 5 വട്ടം, കോലിനാലടി കൊണ്ട്, കല്ലേറുകൊണ്ട്, പട്ടിണി, പിന്നെ വിശ്വാസികളിൽ നിന്ന്, കൂട്ടു സഹോദരന്മാരിൽ നിന്ന്, കപടവേലക്കാരിൽ നിന്ന്, കള്ള അപ്പോസ്തലന്മാരിൽ നിന്ന്. എന്നിട്ടും ചൂട് കൂടുന്നതല്ലാതെ, എരിവ് കൂടുന്നതല്ലാതെ, ശുഷ്കാന്തി കൂടുന്നതല്ലാതെ, ആവേശം കൂടുന്നതല്ലാതെ, ആത്മഭാരം കൂടുന്നതല്ലാതെ, കഷ്ടം സഹിപ്പാൻ കൂടുതലും ആഗ്രഹിക്കുന്നതല്ലാതെ, ഹല്ലേലൂയ, അവിടെയെങ്ങും ഒരു ആട്ടമോ ചലനമോ മാറ്റുമോ പിന്മാറ്റുമോ പൗലോസ് എങ്ങും പിറുപിറുത്തായി നമ്മൾ വായിച്ചിട്ടില്ല. സ്തോത്രം. ഒരിക്കൽ ത്യജിച്ചത് കഷ്ടമായിപ്പോയി, നഷ്ടമായിപ്പോയി, അതൊക്കെ അബദ്ധമായിപ്പോയി, അന്നത്തെ ആവേശത്തിൽ കാണിച്ചാണെന്ന് റിഗ്രറ്റ് ചെയ്തൊന്നും തന്റെ ലേഖനത്തിൽ കാണുന്നില്ല. എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം
ഛേദമെന്ന് എണ്ണുന്നു എന്ന് പറഞ്ഞ പൗലോസ് വീണ്ടും അതിനോട് ചേർത്ത് പറഞ്ഞു, ക്രിസ്തുവിലുള്ള പരിജ്ഞാനം നിമിത്തം ഞാൻ ഇപ്പോഴും ഛേദമെന്ന് എണ്ണുന്നു. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ത്യജിച്ചു മണ്ടത്തരായി പോയി എന്നുള്ളതല്ല, പിന്നെയും ത്യജിക്കാൻ ആവോളം 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 ആഗ്രഹിക്കും. ക്രിസ്തുവിൽ ലയിച്ച് ലയിച്ച് ലയിച്ചു പോകുന്ന ഒരാളെയാണ് കണ്ടത്. താൻ തകർക്കാൻ നോക്കിയ സ്ഥലങ്ങളിലെല്ലാം സഭകൾ സ്ഥാപിച്ചു. യൂറോപ്പ് മുഴുവൻ ദൈവരാജ്യം കൊണ്ട് നിറച്ചു. എതിർത്ത യഹൂദനായിരുന്ന താൻ മുഖാന്തരം താൻ സാക്ഷ്യത്തിൽ പറയുന്നുള്ള അപ്പോസ്തല പ്രവൃത്തിയിൽ ഒടുവിൽ അധ്യായങ്ങളിലും കാണുന്നുണ്ട്. എത്രയായിരം യഹൂദന്മാർ ഇപ്പോൾ ക്രിസ്തുവിലായി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിലാണ്. പക്ഷെ ദൈവം തന്നെ ജാതികളുടെ അപ്പോസ്തലനായി തെരഞ്ഞെടുത്ത് ലക്ഷക്കണക്കിന് ആത്മാക്കളുടെ ആത്മീയ പിതാവായി മാറുവാൻ ദൈവം. അവിടെ ദൈവത്തിന്റെ സ്നേഹം അതാണ് യേശുവിനെ അറിയാൻ കൂടുതൽ തന്നെ നിർബന്ധിച്ചത്, യേശുവിൽ ഇരിക്കാൻ തന്നെ നിർബന്ധിച്ചത്, അവന്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മ രുചിച്ചറിയാൻ ഇടയായി. പൗലോസിനെ കല്ലെറിഞ്ഞ് മരിച്ചുപോയെന്ന് വിചാരിച്ച് വലിച്ചിഴച്ചു കൊണ്ടിട്ടപ്പോഴാണ് വേദശാസ്ത്രികൾ പറയുന്നത് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചപ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി തനിക്കുള്ള മഹത്വം എല്ലാം കാണിച്ചു. ചിന്തന്മാര് പറയുന്ന ക്ലയമന്റിന്റെ പേരൊക്കെ ജീവപുസ്തകത്തിൽ കണ്ടത് അപ്പോഴാണ് എന്നാ പറയുന്നത്. സ്വർഗത്തിൽ തമ്പുരാൻ കൊണ്ടുപോയിട്ട് ജീവന്റെ പുസ്തകവും ഒക്കെ കാണിച്ചു. അതുകൊണ്ടാണ് പൗലോസിന് തീഷ്ണത പിന്നെയും കൂടിയത്, തന്റെ ശരീരത്തെ യാഗമാക്കാൻ. പിന്നീട് പൗലോസിന്റെ ജീവചരിത്രം നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് പൗലോസിന്റെ ദൈവശാസ്ത്ര ചിന്തകൾ എന്നുള്ള വിഷയം പഠിക്കാനുള്ളത് കൊണ്ട് ഞാൻ അതിലോട്ട് കയറുന്നില്ല. ഡോക്ടർ ബി വർഗീസ് സാർ അത് ക്ലാസ് എടുക്കുന്നതാണ്. സ്തോത്രം. പിന്നീട് താൻ ദൈവത്തിനോട് കൂടുതൽ കഷ്ടം സഹിപ്പാൻ, കൂടുതൽ എരിവോടെ ജീവിപ്പാൻ, കൂടുതൽ ശുഷ്കാന്തിയോട് പ്രവർത്തിക്കാൻ, കൂടുതൽ ആത്മഭാരമുള്ളവനായി താൻ ആവേശത്തോടെ പോകുന്ന യാത്രകളാണ് ഇന്നത്. ഇവിടെ നാം കുറുവാക്യം ചിന്തിച്ചത് 3 സഹോദരിമാർ ഭയമില്ലാതെ ശവക്കോട്ടയിലേക്ക് പോവുക. ശരിക്കും ഒറ്റപ്പെട്ട ഒരു സ്ഥലം. വെളുപ്പാങ്കാലത്ത് ബിഫോർ ദ സൺറൈസ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കല്ലറയ്ക്കൽ എത്തണമെന്നുണ്ടെങ്കിൽ എത്ര അർദ്ധരാത്രിയിൽ അവർ യാത്ര തുടങ്ങി കാണും. 3 സഹോദരിമാരുടെ ഭയം മാറ്റിയത് ക്രിസ്തുവിന്റെ സ്നേഹമാണ്. രാത്രി വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ കർത്താവിൽ താഴ്മയോട് പറയാം, ശരിയായ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഇന്ന് രാത്രി നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഭയത്തോടെ ആയിരിക്കുന്നെങ്കിൽ ആ ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ നിറയാൻ നിങ്ങളൊന്ന് കരഞ്ഞാൽ മതി. അപ്പാ ആ ദൈവസ്നേഹം എന്നിലേക്കൊന്ന് മടക്കി തരണം. ആ ദൈവസ്നേഹം എന്നിൽ നിറയ്ക്കണമേ. ഒരുപക്ഷെ പെരുവെറുപ്പിൽ അത് ചോർന്നു പോയി കാണും. അല്ലെ ജീവിതത്തിൽ ഏതെങ്കിലും പാളിച്ചകളോ കുറവുകളോ ദൈവഗതമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയോ കാണുകയോ പ്രവർത്തിക്കുകയോ ഇടപെടുകയോ ചെയ്തപ്പോൾ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് വന്നേക്കാം. അപ്പോഴാണ് കലഹത്തിന്റെയും ജഡത്തിന്റെ പ്രവൃത്തികളുടെ ഒക്കെ തുടക്കം അവിടെ ഉണ്ടാകുന്നത്. ക്ഷമിക്കാൻ വയ്യ, മറക്കാൻ വയ്യ, പൊറുക്കാൻ വയ്യ, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ വയ്യ. സ്തോത്രം. ഇന്ന് രാത്രി ഓർത്തോണം, ആ ഭയം നിന്നെ അലട്ടിയാണ്. നിന്റെ ആത്മീയ ചുവടുകൾ മുന്നോട്ട് വയ്ക്കാൻ ക്ഷീണം സംഭവിക്കും, അറയ്ക്കും, ധൈര്യം വരത്തില്ല, ഉറപ്പുണ്ടാകില്ല. പെറുവിറുപ്പും പരാതികളും സ്തോത്രം പറഞ്ഞ് നമ്മുടെ മനസ്സിടിഞ്ഞു പോകാൻ അനുവദിക്കാതിരിക്കണമെങ്കിൽ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും. മഹാനായിരുന്ന ടി.ജി. ഘോഷ് സാറ് പറയാറുള്ളത്, എല്ലാ ദിവസവും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവം ധ്യാനിക്കുന്നവനാണ് യഥാർത്ഥ ദൈവവൈദ്യൻ. ആ കഷ്ടാനുഭവങ്ങൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രാഗൽഭ്യവും സന്തോഷവും പ്രത്യാശയും കിട്ടും. കാരണം കർത്താവ് എനിക്ക് വേണ്ടി സഹിച്ചതിൻ്റെ അത്ര ഞാനൊന്നും സഹിക്കുന്നില്ലല്ലോ. കർത്താവ് നേരിട്ടിൻ്റെ അത്രയും വേദനകൾ ഞാൻ നേരിടുന്നില്ലല്ലോ. അപ്പൊ കുറച്ചുകൂടെ നമുക്ക് കർത്താവിനോട് ചേർന്ന് ജീവിപ്പാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്
അതിന് പ്രത്യേകത. ഇതാ 3 സഹോദരിമാർ ഒരുക്കി സുഗന്ധവർഗമായിട്ട് പോവുകയാണ്. കർത്താവിനെ പൂശാൻ. സ്തോത്രം. അവരുടെ മനസ്സിലുള്ള ആഗ്രഹം യേശുവിനെ കാണണം, യേശുവിനെ ഒന്ന് തൊടണം. സ്തോത്രം. യെസ്, അവരുടെ മനസ്സിലെ ആഗ്രഹം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. 16 അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്ന, ശബ്ബത്ത് കഴിഞ്ഞ ശേഷം നിലക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി എന്നായിരുന്നു. ഈ ചില ആളുകൾക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധങ്ങളിൽ ഒന്നായി, ജീവനോടിരിക്കുമ്പോൾ ചെയ്യേണ്ടത് പലതും ചെയ്യാതെ കാശ് കൊടുത്ത് വലിയ പാട്ടുകാരെ വിളിച്ച് പാട്ട് പാടിച്ചാലോ, വില കൂടിയ പെട്ടി മേടിച്ച് വെച്ചാലോ, വലിയ പാസ്റ്റർമാരെയൊക്കെ വിളിച്ച് പ്രഭാഷണം നടത്തിയാലോ, ഗംഭീരമായ ഒരു അടക്കം നടത്തിയതുകൊണ്ടും എൻ്റെ സഹോദരി സഹോദരന്മാരെ യാതൊരു പ്രയോജനമില്ല. സാധാരണ ദൈവദാസൻ അടക്കം ചെയ്താലും അടക്കപ്പെടും. അതിന് ഇന്നാര് വന്നാണ് അടക്കിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക പരിഗണനയൊന്നും അവിടെ ഉണ്ടാകുന്നില്ല. വിളിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരെയും അറിയിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ പലപ്പോഴും ഈ ദൈവമക്കൾക്ക് പറ്റുന്നൊരു കുഴപ്പം എന്താണെന്നറിയാം. ഈ വർഷങ്ങൾ പ്രാർത്ഥിച്ച ദൈവദാസനെ കല്യാണ സമയമാകുമ്പോൾ നിങ്ങളുടെ ശുശ്രൂഷകനെ മറന്നു കളയും. അന്നേരം ഡിസ്ട്രിക്ട് പാസ്റ്റർമാരും സൂപ്രണ്ടന്മാരും ഓവർസിയർമാരും പ്രസിഡന്റുമാരും മാത്രമാണ്. അവർക്ക് കാര്യമായ രീതിയിൽ വിശ്വാസികൾ കൈമടക്കം കൊടുത്തു പോകും. പക്ഷേ നേതാവ് വരുമ്പോൾ ഈ പയ്യനെ കണ്ടവരില്ല, ഈ കുടുംബത്തെക്കുറിച്ച് പരിചയമുള്ളവരില്ല, ഒന്നുമില്ല. പക്ഷെ ചോദിക്കും, ഇവരെങ്ങനെയുള്ളവരാണ്? ആ കുറിപ്പെഴുതി മേടിച്ചുകൊണ്ടാണ് പറയുന്നത്, അയ്യോ നമ്മുടെ ജോർജ് കുട്ടിച്ചായൻ ഒരു തങ്കം പിടിച്ച മനുഷ്യനാണ്, അത് നമ്മുടെ സഭയുടെ തൂണാണ്. പിന്നെ അമ്മാമ്മയും കൂടെ അങ്ങ് പൊക്കി അങ്ങ് പറയും. കൊച്ചുങ്ങളെല്ലാം അപ്പൊ സദസ്സിലുള്ളവർക്കെല്ലാം ഭയങ്കര കാര്യമായിട്ട് അവർ ചിന്തിക്കും, അയ്യോ ആ നേതാവ് വന്നിട്ട് എന്തെല്ലാമാ പറഞ്ഞു. സത്യത്തിൽ പുള്ളി ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഇപ്പൊ ലോക്കൽ പാസിന് കൊടുക്കുന്നതിന്റെ 4 ഇരട്ടി അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കുന്ന വൃത്തിയില്ലല്ലോ. കൂടിയ കാറെല്ലാം വരുന്നത്, ഡ്രൈവർ കാണും, അവർക്കും കൊടുക്കും, പിന്നെ ഡിസ്ട്രിക്ട് പാസിനും കൊടുക്കും. എന്നാൽ ലോക്കൽ പാസിനെ എന്ത് ചെയ്യത്തില്ല, തിരിഞ്ഞു പോലും നോക്കും. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും ചെയ്യും. എൻ്റെ വിവാഹം നടത്തി ഞങ്ങളുടെ സാധാരണ ദേവദാസനെ വിളിച്ചാണ് വർഷങ്ങൾക്ക് മുമ്പ്. എനിക്ക് പരിചയമുള്ള ഓർച്ചർമാരെല്ലാം അന്നുണ്ട്. പക്ഷെ എൻ്റെ പ്രിൻസിപ്പിൾ നേരെ തിരിച്ചായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അവസരം കൊടുക്കണം, അവരെ നിങ്ങൾ ആദരിക്കണം. വലിയ നേതാക്കന്മാരെയൊക്കെ അവരെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ചെയ്യട്ടെ. അവരെ വിളിച്ച് വിവാഹം നടത്തുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞേ. പക്ഷെ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം, ആരെ വേണമെങ്കിലും വിളിച്ചു, പക്ഷെ നിങ്ങളായിരിക്കുന്ന കൂട്ടായ്മയിൽ ദൈവദാസന്മാരെ എന്ത് ചെയ്യണം, മറക്കാതിരിക്കാൻ സൂക്ഷിക്കണം. വിശേഷാൽ കർത്താവിൻ്റെ വചനം പഠിക്കുന്ന നിങ്ങൾ നാളെ നിങ്ങൾ കർത്താവ് ഏൽപ്പിക്കുന്ന ഒരു ദൗത്യത്തിൽ വരുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് നോവത്തുള്ളൂ. അത് ഓർത്തിരിക്കണം. രണ്ടാമതൊരു കാര്യം ഞാൻ ഓർപ്പിച്ചത്, അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവർ കൊണ്ടേലും ഇല്ലേലും നിങ്ങൾ അവരെ വിളിക്കുകയും ക്ഷേമം അറിയുകയും അവരെ കരുതുകയും ഒക്കെ ചെയ്യും. നിങ്ങൾ ഭക്ഷണത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഓർക്കണം, എൻ്റെ മമ്മി കഴിച്ചു, എൻ്റെ അപ്പം കഴിച്ചു. അമ്മയെ തിരക്കായിരുന്നു, എനിക്ക് വിളിക്കാൻ പറ്റില്ല. നോ 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 പ്രസവിച്ച അമ്മയെ വിളിക്കുന്നതിന് എത്ര ബിസി ഉണ്ടെങ്കിലും മാറ്റിവെക്കാം. പിന്നെ അവർ ഈ പഞ്ചായത്ത് കാര്യമെല്ലാം പറഞ്ഞു തുടങ്ങുമ്പോൾ പറയണം, അമ്മയെ എനിക്ക് ഒത്തിരി സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങളുടെ തിരക്കുകളെ മനസ്സിലാക്കിക്കൊണ്ട് പറയണം. അമ്മച്ചിയുടെ കാര്യം എന്തുകൊണ്ട് വിശേഷം സുഖമായിട്ട്, അമ്മയുടെ കാര്യം മാത്രം. കാരണം അമ്മയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യം പറയാൻ ആഗ്രഹിക്കും. അപ്പോൾ പറയേണ്ട കാര്യം പറയാതെയും പോകും. ചില സൗകര്യമാരൊന്നിച്ചു കൂടിയാൽ ഒരുപാട് വർത്താനം പറഞ്ഞേച്ച് പോകാൻ നേരം റെഡി, എന്നാലും പറയേണ്ട കാര്യം ഒന്നും നമ്മൾ പറഞ്ഞില്ല, ഇനി പിന്നെ പറയാം, മനസ്സിലാക്കും. അപ്പോൾ വ്യർത്ഥ സംസാരത്തിൽ നേരം പൊക്കാതെ കാര്യം പറയണം. അപ്പോൾ തന്നെ ഓർത്തിരിക്കുക, സഹോദരിമാർ സുഗന്ധവർഗം വാങ്ങി. കർത്താവ് ജീവനോടിരിക്കുമ്പോൾ അവരുടെ കർത്താവിൻ്റെ കാലേ പൂശാമായിരുന്നല്ലേ. സ്തോത്രം. ആ സമയത്ത് ചെലവിടാൻ അവർക്ക് കഴിഞ്ഞില്ല. ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ചെലവിടുക, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെലവിടുക, അത് മഹത്തായ കാര്യമാണ്. അതാണ് അടക്കത്തിന് വലിയ ആള് കൂടിയില്ലേലും സ്വസ്ഥതയോടെ മാതാവും പിതാവും നിത്യതയിൽ പോകുമ്പോൾ അവർ നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചിട്ട് പോകാൻ ഒരു കാരണമായി തീരും. നിങ്ങൾ വിളിക്കുന്ന വിളിയും നിങ്ങൾ കൊടുക്കുന്ന നന്മയും
ഒക്കെ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ സ്തോത്രം. ദൈവകൃപയിലാണെങ്കിൽ അവർ നിങ്ങളെ അനുഗ്രഹിക്കുന്നത് പോലെ തുല്യം വേറൊന്ന് കാണുകയും നിങ്ങളുടെ നന്മ കാണാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കും. ഇവിടെ നമ്മൾ കാണുന്നത് അവർ സുഗന്ധവർഗം വാങ്ങി. അത്തിക്കാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറക്കൽ ചെന്നു. പക്ഷെ അവരുടെ ഒരു ഡിസ്കഷൻ ഉണ്ട്, നമുക്ക് വേണ്ടി ആരാണ് കല്ല് ഉരുട്ടി മാറ്റും. അപ്പൊ അതിനർത്ഥം എന്താ? നമുക്ക് വേണ്ടി ആരാ കല്ലുരുട്ടി മാറ്റുക എന്നത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? ഈ കല്ല് വെച്ചിരിക്കുന്ന അവർ നേരത്തെ പോയി കണ്ടു കാണും അല്ലേ? കർത്താവ് അവരോട് പറഞ്ഞ ഒരു വാക്കാണ് അവർ ഓർത്തത്. എന്താ? സ്തോത്രം. 72 മണിക്കൂർ കഴിയുമ്പോൾ ഞാനിഞ്ഞ് പുറത്തു വരും. ആ 72 മണിക്കൂർ കഴിയുമ്പോൾ അവരെണ്ണി പോവുക. 3-ാം നാളാണ്. കർത്താവ് വരും, അവനെ പൂശിയാണ്. പക്ഷെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, അവരുടെ മനസ്സിലുള്ള കാര്യം ഉയർക്കുന്നതിന് മുമ്പാണെങ്കിലും കർത്താവിന്റെ ദേഹത്ത് നിന്നും 3 പേർക്ക് ഉരുട്ടാൻ പറ്റിയ കല്ലല്ല. അവിടെ എഴുതിയിരിക്കുന്നത് ഡിസ്കഷൻ ചെയ്ത് പോകുമ്പോൾ കല്ലറവാതിക്കൽ എത്തിയപ്പോൾ അവരുടെ കണ്ണുകൾക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. കല്ലുരുട്ട് മാറ്റിയിരിക്കുന്നതായി കണ്ടു. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഭയപ്പെടുന്ന ഭാരമേറിയ കല്ലുപോലുള്ള വിഷയങ്ങൾ ടീമായി എത്ര ശ്രമിച്ചിട്ടും മാറാൻ സാധ്യതയില്ല എന്ന് വിധി എഴുതിയോ? ഈ വിഷയം സ്വയമായി ഉരുട്ടി മാറ്റാൻ എനിക്ക് കഴിയില്ല എന്ന് തോന്നുന്നു. ആ വിഷയത്തിന്റെ പുറകിൽ ദൈവം നിങ്ങളോട് സംസാരിച്ച ഒരു അരുളപ്പാടുണ്ടെങ്കിൽ, ആ വിഷയത്തിന്റെ പുറകിൽ ഒരു വെളിപ്പാട് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ആ വിഷയത്തിന്റെ പുറകിൽ ഒരു ദൈവിക വാക്തത്വം പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഉറച്ചു 72 മണിക്കൂർ കഴിയുമ്പോൾ പുറത്തു വരുമെന്ന് പറഞ്ഞ കർത്താവ്, പട്ടാളം കാവലിൽ നിന്നാലും ഇമ്പീരിയൽ മുദ്ര വെച്ചാലും കല്ലിന്റെ വലിപ്പമായാലും ഉയർപ്പിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ നമ്മൾ വായിക്കുന്നത്, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നു കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നത്, പിന്നീട് അത് തിരിച്ചുരുട്ടി ആരും വെക്കാതെ ഇരിപ്പാൻ അതിന്റെ മുകളിൽ ഇരിക്കുന്നതും കണ്ടു എന്നാണ് നമ്മൾ മറ്റൊരു ഭാഗത്ത് വായിക്കുന്നത്. ഓ ജീസസ്, നിന്റെ മുന്നിൽ ജീവൻ പ്രാപിച്ച് പുറത്തു വരാൻ ഇനി ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ച് മുന്നിൽ നിൽക്കുന്ന തടസ്സങ്ങളൊക്കെ ഉണ്ടല്ലോ, വാക്തത്വത്തിന്റെ 3-ാം നാളിൽ അത് മാറും എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദി പറഞ്ഞു. സ്തോത്രം. രക്തബന്ധത്തിലുള്ളവരെല്ലാം വിധി എഴുതിയിരിക്കുകയായിരിക്കും. ഇനി നീക്കുവൊക്കെ ഉണ്ടാകാൻ പോകുന്നില്ല, ഇനി വിടുതലുണ്ടാകാൻ പോകുന്നില്ല. ഇത് ഇങ്ങനെ തന്നെ അങ്ങ് തീരത്തേ ഉള്ളൂ. നന്ന രാത്രിയിൽ ദൈവാത്മാവ് പറയുന്നു, വാക്തത്വത്തോട് അടുക്കുന്തോറും നീ ധൈര്യപ്പെട്ടോ, ആരും ഉരുട്ടണ്ട. ഒരു മനുഷ്യകരവും തൊടാതെ ദൈവത്തിന്റെ കൈ തന്നെ ഇറങ്ങി ഇനിയും പുറത്തു വരത്തില്ല എന്ന് തോന്നത്തക്കവണ്ണം നിയമം കൊണ്ടും പടയാളിയെ കൊണ്ടും കല്ലുകൊണ്ടും രാജനിയമം കൊണ്ടും അടച്ചിട്ടിരിക്കുന്നതിനെ രാജാക്കന്മാരുടെ രാജാവ് സ്തോത്രം പുറത്തു വരേണ്ട സമയമായപ്പോൾ ഇതെല്ലാം വഴിമാറി. ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം. പ്രിയ ട്രിസ പറഞ്ഞ പോലെ ദൂതനെ കണ്ടിട്ട് സംതൃപ്തി അടഞ്ഞവർ പോയില്ല. കർത്താവിന്റെ ശബ്ദം കേൾക്കുകയും സ്തോത്രം ഉയർപ്പിന്റെ സദ്വർത്തമാനം ലോകത്തോട് അറിയിച്ചത് അവരായിരുന്നു. സ്തോത്രം. ലോകം സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം
അവരുടെ വാക്കും പേരും വരുവാനിടയായി. രാത്രി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവം ഇഷ്ടം ചെയ്താൽ വാക്തത്വം നിവൃത്തിയാകും. എബ്രായർ 10:35-36 വായിക്കുമ്പോൾ, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവം ഇഷ്ടം ചെയ്താൽ വാക്തത്വം പ്രാപിക്കും. ദൈവം ഇഷ്ടം ചെയ്താൽ വാക്തത്വം പ്രാപിക്കും. ഒരുമിച്ചത് പറയാമോ? ദൈവ ഇഷ്ടം ചെയ്താൽ വാക്തത്വം പ്രാപിക്കും. ഓ ഹല്ലേലൂയ. കണ്ണീരോടെ ഒരു നിമിഷം ദൈവത്തിനെ നമ്മളെ സമർപ്പിക്കാം. എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് ഉറക്കെ പറയുക. എൻ്റെ ദൈവം മതിയായവനാണെന്ന് ഉറക്കെ പറയുക. തരണം ചെയ്യാൻ കഴിയാത്തതിനെയൊക്കെ അതിജീവിപ്പാനുള്ള ദൈവരൂപ കർത്താവ് തരും എന്ന് ഉറക്കുക. ശാരോൻ പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, അടിയങ്ങൾക്ക് ഈ തന്ന കൂട്ടായ്മയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. തിരുവചനം പറയുവാൻ അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തിയല്ലോ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. മീറ്റിംഗിൽ ഓരോരുത്തരെയും ബലപ്പെടുത്തിയല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. സദസ്സിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങയുടെ തിരുവചനത്തിലൂടെ അടിയങ്ങളോട് ഓരോരുത്തരോടും സംസാരിച്ചത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അങ്ങയുടെ ഇഷ്ടം ചെയ്ത് കർത്താവെ, അങ്ങയുടെ വാഗ്ദത്തം പ്രാപിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. തിരുവിഷ്ടം അനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനുദിനം അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ ഹിതം ചോദിച്ചറിഞ്ഞ് ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓരോ മക്കൾക്കും ഇത് അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. ഈ ശുശ്രൂഷയിലെല്ലാം കൂടെ ഇരുന്നത് ഓർത്ത് നന്ദി പറയുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളെ ബലപ്പെടുത്തിയത് ഓർത്ത് നന്ദി പറയുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സിസ്റ്റർ ജെസ്സി ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. ജീസസ്. ആമേൻ. ഡ്യൂട്ടിയിലാണെന്ന് തോന്നുന്നു. ഓക്കെ. പ്രൈസ് ഗോഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞിട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിന്റെ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല പിതാവേ, ഈ നല്ല സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് സ്തുതിക്കാൻ തന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് വചനം പറഞ്ഞു തന്ന ട്രിസ സിസ്റ്ററിനായിട്ടും ദേവദാസനായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പൗലോസിനെ പോലെ ഉറച്ചു നിൽപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ. എന്ത് വന്നാലും, കഷ്ടത വന്നാലും, പട്ടിണി വന്നാലും, ഉപദ്രവം വന്നാലും ഒക്കെ ഹല്ലേലൂയ ദൈവദാസനെ പോലെ, പൗലോസിനെ പോലെ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ ആദിമ നൂറ്റാണ്ടിലെ പോലെ ഒരു ഹല്ലേലൂയ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവം ഇഷ്ടം ചെയ്താൽ വാഗ്ദത്തം പ്രാപിക്കുമെന്ന് ഞങ്ങൾ കേട്ടല്ലോ കർത്താവേ. ഞങ്ങളുടെ ഇഷ്ടം ചെയ്ത വാഗ്ദത്തം നിവർത്തീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുമെന്ന് കേട്ടല്ലോ കർത്താവെ. അങ്ങനെയെങ്കിൽ കർത്താവിനോടുള്ള തികഞ്ഞ സ്നേഹമുള്ളവരാക്കി ഞങ്ങളെല്ലാം തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദേവദാസനെയും കുടുംബത്തെ അനുഗ്രഹിക്കണേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സൂം മീറ്റിംഗിൽ പങ്കിട്ട എല്ലാവരെയും കുടുംബങ്ങളെയും ഹല്ലേലൂയ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് ആസ്വാദം ചെയ്ത് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. God bless you everyone. Okay. Thank you, Pastor. നമുക്ക് വീണ്ടും കർത്താവിനെ വെച്ചാൽ കാണാം. കർത്താവ് ധാരാളമായിരിക്കും. Thank you, Pastor. God bless you. ആമേൻ, ആമേൻ. Thank you. Praise the Lord.